എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മ എന്നും നമ്മുടെ സഹായമാണ്. അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് തങ്ങളുടെ സർവ്വകാര്യങ്ങളിലും ഈ അമ്മയുടെ സഹായവും സംരക്ഷണവും നിരന്തരം ലഭ്യമാണ്. പാലാ രൂപതയിലെ ചിറ്റാർ സെന്റ് ജോർജ് ഇടവക വികാരിയും പാല അൽഫോൻസ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളുമായ ഫാദർ ഷാജി പുന്നത്താനത്ത് കുന്നേൽ തൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിച്ച പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവും തൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കും. അധ്യാപകനും ധ്യാനഗുരുവുമായ അച്ഛൻ്റെ ബാല്യം മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഇടവക പ്രവർത്തനങ്ങളിലും രോഗാവസ്ഥകളിലും പരിശുദ്ധ അമ്മ സഹായികയും സംരക്ഷകയുമായി കൂടെ നിന്ന അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ മക്കളോടുള്ള സ്നേഹം വെളിവാക്കുന്നതാണ്. ഞാൻ ജനിച്ചതും വളർന്നതും പാലാ രൂപതയിൽപ്പെട്ട വിളക്കുമാടം എന്ന സ്ഥലത്താണ്. എനിക്ക് 4 സഹോദരന്മാരാണുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവിനോടുള്ള ഭക്തി ഞങ്ങളെ വളർത്തുവാൻ എൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ജപമാല ചൊല്ലുന്ന പതിവ് അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ മക്കൾ 5 പേരും ജപമാല സമയത്ത് മുഴുവൻ സമയവും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് മാതാപിതാക്കൾ ഉപദേശിച്ചിരുന്നു. അത് വലിയ ഒരു ദൈവാനുഗ്രഹമായി പിന്നീട് മാറി എന്ന് വളരെ ചാരിതാർത്ഥത്തോടെ ഓർക്കുകയാണ്. മാത്രമല്ല, പാലായിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ലാലം സെൻറ്റ് മേരീസ് എന്നൊരു പള്ളിയുണ്ട്. എൻ്റെ അമ്മ ഓരോ ശനിയാഴ്ചയും ഞങ്ങൾ 5 പേരിൽ ഓരോരുത്തരെ ഈ മാതാവിൻ്റെ പള്ളിയെ കൊണ്ടുപോയിരുന്നു. അവിടുത്തെ വിശുദ്ധ കുർബാനയിലും നിത്യസഹായ മാതാവിൻ്റെ നവേനയിലും വളരെ ചെറുപ്പത്തിലെ വളർന്നു വരുവാൻ ഞങ്ങൾക്ക് അത് സാധ്യത നൽകി. ഞങ്ങൾ ഓർക്കുന്നു, അവിടുത്തെ പള്ളിയിലെ വചനപ്രഘോഷണങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അറിവിൽ ഞങ്ങളെ വളർത്തുവാനായിട്ട് സഹായിച്ചു. എൻ്റെ നല്ലയമ്മ. ഞാൻ സെമിനാരി പ്രവേശിക്കാനുള്ള പശ്ചാത്തലവും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാണ്. SLC പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ സാധിച്ചു. SLCക്ക് ഡിസ്റ്റിങ്ഷൻ ലഭിച്ചിരുന്നു. അതിനുശേഷം ഒരു ഡോക്ടറായി തീരണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം സയൻസ് വിഷയങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. SLC പരീക്ഷയിൽ കെമിസ്ട്രിക്കും ബയോളജിക്കും 100-ൽ 100 മാർക്ക് ലഭിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറാകുവാൻ ഞാൻ ആഗ്രഹിച്ചു. അന്ന് എൻ്റെ പള്ളിയിലെ വികാരിച്ചനായിരുന്ന ദിവംഗതനായ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വടകരക്കാല അച്ഛനോട് ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോനെ, നിൻ്റെ വിളി ദൈവവിളിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വൈദികനാകാൻ താല്പര്യമില്ല, എനിക്കൊരു ഡോക്ടറാകണം. അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു ജപമാല തന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ ഒരു ക്യാമ്പ് നടന്നു. ഞാൻ അതിൽ പങ്കെടുത്തു. അവിടെ വെച്ച് എൻ്റെ ദൈവവിളി ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ സെമിനാരിയിൽ പ്രവേശിച്ചു. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കാണ്, എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ
ഒരു സമ്മാനമാണ് പൗരോഹിത്യം. ഈ പൗരോഹിത്യത്തിലൂടെ ഒത്തിരി പേരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. എൻ്റെ പൗരോഹിത്യത്തെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുകയാണ്. ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും, വേദനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നിമിഷങ്ങളിലെല്ലാം ഒരമ്മയായി, ഒരാശ്രയമായി പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷത്തിൻ്റെ തിരിച്ചറിവാണ്. എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ രോഗങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ എനിക്ക് സൗഖ്യം തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സേവനം ചെയ്ത പള്ളി പാലാരൂപതയിൽപ്പെട്ട പെരുങ്ങളം എന്നൊരു പള്ളിയാണ്. ആ പള്ളിയിലെ യുവജനങ്ങൾ വളരെ സജീവമായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് പണിയാൻ വേണ്ടിയിട്ട് യുവജനങ്ങളോടുകൂടെ ജോലിയിൽ വ്യാപൃതനായി ഞാൻ ഓർക്കുന്നു. ഒരു വലിയ സിമൻറ്റ് ചാക്ക് ചുമന്നുകൊണ്ട് ഞാൻ മല കയറുമ്പോൾ കാല് തെറ്റി ഞാൻ വീണു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഡിസ്കിന് കാര്യമായിട്ടുള്ള അപകടം സംഭവിച്ചു. ഒരു സൈഡ് അല്പം തളർന്നു പോയി. ഒരു വർഷത്തോളം ഞാൻ 24 മണിക്കൂർ ട്രാക്ഷൻ ഇട്ട് കിടക്കുകയായിരുന്നു. ആദ്യത്തെ 6 മാസം കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭരായ ഡോക്ടർ പറഞ്ഞു, അച്ഛന് രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അച്ഛന് ഇനിയൊരു പള്ളിയിലെ സേവനമനുഷ്ഠിക്കാൻ സാധിക്കുന്ന സാഹചര്യം അച്ഛനില്ല. അച്ഛൻ്റെ ആരോഗ്യം അതിനച്ഛനെ അനുവദിക്കില്ല. അന്ന് എനിക്ക് വെറും 27 വയസ്സാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തളർന്നു പോയൊരവസരമാണ്. അതിനുശേഷം 6 മാസം മുട്ടിയറ പള്ളിയിൽ ഞാൻ സേവനമനുഷ്ഠിച്ചു. സാധാരണ ഒരു അച്ഛനോട് ആൾക്കാർ ചോദിക്കുക അച്ഛൻ ഏത് പള്ളിയിൽ ഇരിക്കുക എന്നാണ്. പക്ഷേ ഞാൻ അവിടെ അറിയപ്പെടുന്നത് കിടക്കുന്ന അച്ഛനായിട്ടാണ്. ഇന്നും അവിടെ തന്നെ കിടക്കുന്ന അച്ഛനായിട്ടാണ് അറിയപ്പെടുക. ഒരു പക്ഷം എല്ലാ പ്രതീക്ഷയും തകർന്ന് ഞാൻ റെസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടായി. അതിന് 2 കാരണങ്ങൾ ഞാൻ ഓർക്കും. ഒന്നാമതായിട്ട് അവിടെ കിടന്ന് ഞാൻ വിശുദ്ധ ഗ്രന്ഥം തുടരെ വായിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 80 പ്രാവശ്യത്തോളം ഒരു വർഷം കൊണ്ട് ബൈബിള് പൂർണ്ണമായി വായിക്കാൻ. അതോടൊപ്പം തന്നെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം എത്ര ജപമാല ചൊല്ലിയെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് എൻ്റെ അസുഖത്തിന് ഒരു വിടുതൽ ലഭിച്ചു. ആ സംഭവം ഉണ്ടായിട്ട് ഏകദേശം 20 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴും എൻ്റെ നടുവിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഡോക്ടർമാർ പറഞ്ഞു അച്ഛനൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റുവേലെന്ന് വിധിച്ച സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ സൗഖ്യദായകമായ സ്പർശം. അതിനുശേഷം ഞാൻ ഓർക്കുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു 6 ലക്ഷം കിലോമീറ്റർ എങ്കിലും ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം. അമ്മ എന്നെ സുഖപ്പെടുത്തിയതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുശേഷം 2002 അന്ന് ഞാൻ കുടയത്തൂർ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. അവിടെ വെച്ച് എനിക്ക് മറ്റൊരു മാരക രോഗം പിടിപെട്ടു. രക്തസംബന്ധമായ ഒരു അസുഖം. ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ ബ്ലഡ് ക്യാൻസറിൻ്റെ 3ാമത്തെ സ്റ്റേജാണ്. അന്ന് ഞാൻ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ ചികിത്സ ആരംഭിച്ചു. ഇവിടെയും ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഞാനിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ അമ്മയാണ്. ഈ രോഗത്തിൻ്റെ അവസരത്തിലെല്ലാം പരിശുദ്ധ അമ്മ എന്നെ പ്രത്യേകമായിട്ട് കൈപിടിച്ച് നടത്തിയിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരിക്കലും അസുഖം ഭേദമാകണമെന്ന് പ്രാർത്ഥിച്ചില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് വലിയൊരു ആശ്വാസം തോന്നിയത് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോഴാണ്. ഇടപെടാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെയും അത്ഭുതകരമായ ഒരു രോഗശാന്തി. എൻ്റെ അസുഖം പരിപൂർണമായിട്ടും ഭേദമായില്ലെങ്കിലും ദൈവത്തിൻ്റെ വലിയൊരു കരസ്പർശം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിലൂടെ. ഇപ്പോഴും എല്ലാ മാസവും ഞാൻ അമല ആശുപത്രിയിൽ ചെക്കപ്പിനായിട്ട് പോകാറുണ്ട്. ഈ അസുഖം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് 2016 മെയ് മാസത്തിൽ ഈ അസുഖത്തിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് എൻ്റെ തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടി. 2016 മെയ് 29 അമലായിൽ വലിയ ഒരു സർജറി നടത്തേണ്ടതായിട്ട് വന്നു. എന്നെ സർജറി നടത്തിയത് അവിടുത്തെ ന്യൂറോ സർജനായിട്ടുള്ള ഭാവദാസൻ ഡോക്ടറാണ്. ഈ ഭാവദാസൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത് വലിയ ഒരു ഓപ്പറേഷനാണ്, തല തുറന്നുള്ള ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ അസുഖത്തിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ വലത് കവിൾത്തടത്തിലെ ഞരമ്പ് അത് വിച്ഛേദിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഇടത് ഭാഗത്തിന് കവിൾത്തടത്തിനകത്ത് അവിടെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഏകദേശം 1 മാസത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല. കാരണം മുഖത്തിൻ്റെ ഇടത് ഭാഗത്തിന് വലിയൊരു പ്രശ്നമുണ്ടായതുകൊണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, വിശുദ്ധ കുർബാന ചെല്ലണം, വചനപ്രഘോഷം നടത്തണം. ഞാൻ 2 നിയോഗം വെച്ച് അങ്ങനെ 1 മാസത്തോളം കിടങ്ങൂര് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്കായിട്ട് ഞാൻ പോയതോർക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ ജപമാല പിടിച്ച് ആശുപത്രിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോയുണ്ട്, ഗ്രോട്ടോയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. 21ാമത്തെ ദിവസം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശിരസിൽ ആരോ കൈവയ്ക്കുന്നത് പോലെ തോന്നി. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാകും. ഞാൻ തിരിച്ച് ആശുപത്രിയിലെ റൂമിലെത്തി. ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ഞാനൊരു അത്ഭുതം കണ്ടു. എൻ്റെ മുഖത്തിൻ്റെ ഇടത് ഭാഗത്ത് ഉണ്ടായിരുന്ന വലിയ മുഴ പോലെയുള്ളത് അത്ഭുതകരമായി മാറിയിരിക്കുന്നു. ഞാൻ വെള്ളം കുടിച്ചു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വെള്ളം കുടിക്കാൻ എനിക്ക് പറ്റി. അതിനു മുമ്പ് വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ ഇടത് ഭാഗത്തു നിന്ന് ഈ ഭാഗത്തിന് ചലനശേഷി ഇല്ലാത്തതുകൊണ്ട് വെള്ളം താഴെ പോകുമായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റി. ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്, പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. അമ്മയുടെ ഒരു വലിയ സന്തോഷം എപ്പോഴും തിരുക്കുമാരൻ്റെ തിരുവചനം കേൾക്കുന്നതാണ്. ബൈബിൾ നമ്മളങ്ങനെ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ സന്തോഷം യേശു പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കേൾക്കാനായിട്ട് ദാഹാർത്തയായി ഓടിയെത്തുന്ന അമ്മയുടെ ചിത്രമുണ്ട്. അമ്മ അതുകൊണ്ട് എന്നെ സൗഖ്യപ്പെടുത്തി. ഞാൻ വിശ്വസിക്കുന്നു ഈശോയെപ്പറ്റി പറയാൻ, പല സ്ഥലങ്ങളിൽ ധ്യാനം നടത്താൻ, അതിന് അമ്മ ഈശോയിലൂടെ എന്നെ തൊട്ട് സുഖപ്പെടുത്തിയതാണ്. എൻ്റെ നല്ലയമ്മ. PG ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ MA പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്.
ഈ വിഷയത്തിൽ എനിക്ക് MG യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് ലഭിച്ചു. അതിനുള്ള വലിയൊരു പ്രധാന പ്രചോദകം പരിശുദ്ധ അമ്മയായിരുന്നു. ഞാനിപ്പോഴേ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കുട്ടികളെ പരീക്ഷയുടെ അവസാന സമയത്ത് 9 മണിക്ക് ഫസ്റ്റ് ബെൽ അടിക്കും, 9:30 പരീക്ഷ ആരംഭിക്കും. ഈ സമയത്ത് കുട്ടികളെല്ലാം വളരെ വ്യഗ്രതയോടെ പുസ്തകങ്ങൾ എടുക്കുകയും മറിച്ചു നോക്കുകയും വളരെ ആകുലതയോടെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പരീക്ഷ എഴുതിയ സമയത്ത് 9 മണിയാകുമ്പോൾ ബൈബിൾ തുറന്ന് വായിച്ച് അതിനുശേഷം ജപമാല ചൊല്ലി പരീക്ഷാ ഹാളിൽ പോയതോർക്കുകയാണ്. ഇത് എനിക്ക് വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമായി. നമുക്ക് വിജ്ഞാനം കിട്ടണമെങ്കിൽ ജ്ഞാനം ലഭിക്കണം. ദൈവികമായ ജ്ഞാനമുള്ളവർക്ക് മാത്രമാണ് നല്ലതുപോലെ പഠിക്കാനും ഉയരാനും ഒക്കെ സാധിക്കുക. MA പരീക്ഷയ്ക്ക് MG യൂണിവേഴ്സിറ്റിയിൽ റെക്കോർഡ് മാർക്കോടെ 1ാം റാങ്ക് മേടിക്കുവാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ പിന്നിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണമാണ്. അതിനുശേഷം UGC നെറ്റ് പരീക്ഷ, അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് ഞാൻ പോകുമ്പോൾ ആലുവായിൽ വെച്ചാണ് ഈ പരീക്ഷ നടക്കുക. പാലായിൽ നിന്ന് ആലുവ വരെയുള്ള സമയം ബസ്സിലിരുന്ന ജപമാല ചൊല്ലിയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. റിസൾട്ട് വന്നപ്പോൾ UGC നെറ്റ് പരീക്ഷ പാസ്സാകാൻ കഴിഞ്ഞു. മാത്രമല്ല, അതിനുശേഷം ഞാൻ എൻ്റെ PhD ചെയ്യാൻ ആരംഭിച്ചു. എൻ്റെ വിഷയം വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിരുന്നു. വേറെ ആരും ഗവേഷണം ചെയ്യാത്ത ഒരു മേഖലയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു, അച്ഛനിത് പൂർത്തിയാക്കാൻ പറ്റുമോ? എനിക്ക് ഒരു കാര്യത്തിൽ 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ശീലം. രാവിലെ എണീക്കുമ്പോൾ 3 ജപമാല ചൊല്ലും. അതിനുശേഷം എൻ്റെ പഠനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. പറഞ്ഞ സമയത്തിന് അകത്ത് തന്നെ വളരെ അത്ഭുതകരമായിട്ട് PhD പൂർത്തിയാക്കാനും കഴിഞ്ഞുവെന്നത് പരിശുദ്ധമ്മയുടെ വലിയ ഒരു സഹായമായി ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ PhD പരീക്ഷയ്ക്ക് അവസാനം ഒരു വലിയ ഓപ്പൺ ഡിഫൻസ് ഉണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി ഹാളിൽ വെച്ചാണ് ഈ ഓപ്പൺ ഡിഫൻസ് നടക്കുക. ഈ ദിവസങ്ങളിൽ തലേ ദിവസങ്ങളൊക്കെ എനിക്ക് പല പള്ളികളിൽ ധ്യാനമായിരുന്നു. യാതൊരു ഒരുക്കവും ഇല്ലാതെയാണ് ഞാൻ ഈ PhD ഡിഫൻസിന് പോയത്. ധ്യാനം നേരത്തെ ഏറ്റിരുന്നു. അതുകൊണ്ട് നമുക്ക് ധ്യാനം മാറ്റിവെക്കാൻ പറ്റുകയില്ല. ഞാൻ ഒന്ന് മനസ്സിൽ നനച്ചു, പരിശുദ്ധമ്മയെ ധ്യാനിച്ചുകൊണ്ടാണ് PhD ഡിഫൻസിന് പോയത്. അവിടെ വലിയ അത്ഭുതം സംഭവിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്തതിനപ്പുറം മനോഹരമായിട്ട് ഈ ഡിഫൻസിൽ പെർഫോം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇതും പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സഹായമായിട്ട് കണക്കാക്കുകയാണ്. എൻ്റെ നല്ലയമ്മ. ഇടവക ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം അത് പ്രത്യേകമായി എടുത്തു പറയാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ പാലാരൂപതയിൽപ്പെട്ട ചിറ്റാർ പള്ളിയിൽ വികാരിച്ചനായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയാണ്. ഇതെൻ്റെ 8ാമത്തെ പള്ളിയാണ്. ഞാൻ ഇതുവരെ 5 പള്ളിയിൽ അസേന്തിയായിട്ടും 3 പള്ളിയിൽ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ വളരെ അനുഭവിച്ച് അറിയുന്ന ഒരു കാര്യം, എത്രമാത്രം നമ്മൾ പരിശുദ്ധ അമ്മയോട് അടുക്കുന്നോ അത്രമാത്രം ആൾക്കാർ ദൈവത്തോട് അടുക്കും എന്നുള്ള ഒരു സത്യമാണ്. ഞാൻ ആദ്യമായി വികാരിയായത് ശാന്തിപുരം എന്നൊരു പള്ളിയിലാണ്. ആ പള്ളിയിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോ പണിയണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം.
അവിടെ ഗ്രോട്ടോ പണിതതിന് ശേഷം അവിടെ മെയ് മാസവണക്കം തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നു, കൂടുതൽ പേര് ഈ മെയ് മാസവണക്കത്തിൽ പങ്കെടുത്ത് അതുവഴിയായിട്ട് ദേവാലയത്തോടുള്ള ഒരു അടുപ്പം വർദ്ധിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഞാൻ സേവനമനുഷ്ഠിച്ചത് 5 വർഷം അൽഫോൻസാഗിരി എന്നൊരു പള്ളിയാണ്. ഈ പള്ളിയിൽ ആയിരിക്കുമ്പോൾ മാതാവിൻ്റെ നാമധേയത്തിലുള്ള വലിയ ഒരു കപ്പേള പണിയുകയും അവിടെ മെയ് മാസം വണക്കം ആരംഭിക്കുകയും ചെയ്തു. അവിടെയുള്ള ആൾക്കാർ പറയാറുണ്ട്, ഈ മെയ് മാസം വണക്കം തുടങ്ങിയപ്പോൾ ആ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ടായി. അല്പം മദ്യപാനമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പിന്നീട് മദ്യപാനം അവസാനിക്കാൻ പോലും നിമിത്തമായി തീർന്നു. അതിനുശേഷം ആ പള്ളിയിൽ വളരെ അത്ഭുതങ്ങൾ നടന്നു. അത്ഭുതങ്ങൾ എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നത്, ഒത്തിരി പേര്, ഒരു ചെറിയ പള്ളിയായിരുന്നു, അവിടെ അത്ഭുതങ്ങളുണ്ടായി. ഉടൻ തന്നെ ഒരു പാരിഷ് ഹാൾ അവിടെ പണിയാൻ സാധിച്ചു. ഉടൻ തന്നെ പള്ളി പണിയാൻ സാധിച്ചു. ഇതെല്ലാം പ്രത്യേകിച്ച് മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായി. അതിനുശേഷം ഞാനിപ്പോൾ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് ഈ ചിറ്റാർ പള്ളിയിലാണ്. ഈ പള്ളിയിൽ വന്നതിന് ശേഷം ഒരു 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിൽ 2 കപ്പേളകളുണ്ട്. അവിടെ മെയ് മാസവണക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 15 വർഷം മുമ്പ് അവിടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ മെയ് മാസവണക്കം അവസാനിപ്പിച്ചു. മെയ് മാസവണക്കം തുടങ്ങി. അപ്പോൾ ഈ ഇടവകയിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് പള്ളിയിലായിരിക്കുന്ന അവസരത്തിൽ ഞാൻ എപ്പോഴും ആൾക്കാരോട് ജപമാല ചൊല്ലുവാനായിട്ട് ആവശ്യപ്പെടും. ഈ പള്ളിയിലെ കഴിഞ്ഞ 3 വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ 6-ന് ആരാധനയുണ്ട്. ആരാധനയ്ക്ക് സാധാരണ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലുക എന്നൊരു പതിവാണ്. അത് ഈ പള്ളിയിൽ അധികം പേര് പള്ളി വരാറില്ലായിരുന്നു ഇട ദിവസങ്ങളിൽ. ഇങ്ങനെ ആരാധനയും ജപമാലയും ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് വെറും 300 വീടുകാരുള്ള ഈ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 150 പേര് പള്ളിയിൽ വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, കുടുംബങ്ങളിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതായി. സാധാരണ ചെയ്യുന്നൊരു കാര്യം ഇതാണ്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് ശേഷം മാതാവിൻ്റെ ഒരു ഗാനം ആലപിക്കുന്ന പതിവ്. അപ്പോൾ അത് കൂടുതലായിട്ട് ആൾക്കാർ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് വളരുന്നതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, ഈ ദേവാലയത്തിൽ ഏതെങ്കിലും ദിവസം ഹർത്താൽ ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപമാല ചൊല്ലുന്ന ഒരു പതിവ്. ഒത്തിരി ആൾക്കാർ, ഏറ്റവും കുറഞ്ഞത് ഒരു 300 പേരെങ്കിലും ഇടമുറിയാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം. അതിൻ്റെ ഫലമായിട്ട് മാതാവിലൂടെ ഒത്തിരി പേര് യേശുവിലേക്ക് അടുക്കുന്നതായിട്ട്, ജപമാല ചൊല്ലുന്ന സമയത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരി പേര് ദേവാലയത്തിൽ വരുന്നതും അങ്ങനെ വിശുദ്ധ കുർബാന വളരെ സജീവമാകുന്നതുമായിട്ട് ദർശിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇടവകയിലാണെങ്കിലും കുടുംബ കൂട്ടായ്മകൾ സജീവമായിട്ട് നടത്താറുണ്ട്. ഈ കുടുംബ കൂട്ടായ്മയിലും മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, മാതാവിനോടുള്ള ഗാനങ്ങളൊക്കെ ആലപിക്കുകയും. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ഒത്തിരി പേര്, സാധാരണ കുടുംബ കൂട്ടായ്മകൾ ഇന്നൊക്കെ ആൾക്കാരധികം കുറവാണ്. പക്ഷേ ഈ ഇടവകയിൽ ഞാനിരുന്ന പള്ളികളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 99% ആൾക്കാരെങ്കിലും കുടുംബ കൂട്ടായ്മ വരുന്നു. അത് മാതാവിനോടുള്ള വലിയൊരു ഭക്തി, മാതാവിനോടുള്ള ഒരു ആദരമായിട്ട് കണക്കാക്കുന്നു. ഒരു കാര്യം സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റും, നമ്മൾ എത്രമാത്രം ഒരു ഇടവക ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുവോ അതുപോലെ ആൾക്കാർ ക്രിസ്തുവിലേക്ക്, യേശുവിലേക്ക് വളരുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം കുടുംബ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകും എന്നതിൻ്റെ സാക്ഷ്യമായി എൻ്റെ ഇടവക ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ സേവനമനുഷ്ഠിച്ചൊരു ദേവാലയത്തിൽ ഒത്തിരിയേറെ വേദനിക്കുന്നൊരു കുടുംബമുണ്ട്. വേദനയ്ക്ക് കാരണം ഭർത്താവിൻ്റെ മദ്യപാനമാണ്, കുടുംബനാഥൻ്റെ മദ്യപാനമാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മാതാപിതാക്കളെ ഉപദ്രവിക്കും, ഭാര്യയെ ഉപദ്രവിക്കും, മക്കളെ ഉപദ്രവിക്കും. ഈ കുടുംബം ഒരു ആത്മഹത്യ ചിന്തയിലേക്ക് കടന്നു പോകുന്ന അവസരം
എന്നോടൊന്ന് പറഞ്ഞു, അച്ഛാ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം, നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഞാനും ജപമാല ചൊല്ലും, നിങ്ങളും ജപമാല ചൊല്ലണം. അങ്ങനെ ഞങ്ങൾ 1 മാസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരിക്കലും ഒരു ധ്യാനത്തിന് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. പുള്ളി പറഞ്ഞു, ധ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ മദ്യപാനം നിർത്തേണ്ട സമയത്ത് നിർത്തിക്കോളാം, എനിക്കതിനുള്ള ശക്തിയുണ്ട്. 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ അടുത്തു എന്ന് പറഞ്ഞു, അച്ഛാ ഞാനൊരു ധ്യാനത്തിന് പോകണം. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പുള്ളി ധ്യാനിച്ച് വന്ന് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞു. ഈ മനുഷ്യനുണ്ടായ മാറ്റം ഞാൻ പറയും, ഇതുവരെ ഞാൻ സേവനമനുഷ്ഠിച്ച ഇടവകളിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യനുണ്ടെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ. ഇദ്ദേഹത്തിലുണ്ടായ മാറ്റം. അപ്പോഴാ കുടുംബ അംഗങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ അതിനുള്ള ഏറ്റവും വലിയൊരു പോംവഴി പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ നല്ലയമ്മ. കഴിഞ്ഞ 15 വർഷമായി ധ്യാന ശുശ്രൂഷയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യമായിട്ട് വചനം സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയാണ്. വചനം മാംസമാക്കിയത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് ധ്യാന ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ സ്ഥാനം കൊടുക്കാറുണ്ട്. ധ്യാന ശുശ്രൂഷയിൽ ഒരു കാര്യം പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഞാൻ പറയും, നിങ്ങൾ പോയി ഇന്ന് ഒരു ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ഇതാണ്, ഈ ധ്യാനത്തിന് വേണ്ടി, ഈ ശുശ്രൂഷ നമുക്ക് വലിയൊരു അനുഗ്രഹമാകുവാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലുവാൻ താല്പര്യമുള്ളവരൊന്ന് കൈ ഉയർത്താവോ എന്ന് ചോദിച്ചാൽ 100 പേരെങ്കിലും കൈ ഉയർത്തും. പിറ്റേ ദിവസം ഞാനൊരു അത്ഭുതം കണ്ടിട്ടുണ്ട്. ആദ്യ ദിവസത്തിൻ്റെ ഇരട്ടി ആൾക്കാർ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, 3-ാമത്തെ ദിവസം ധ്യാനത്തിൻ്റെ സമാപന ദിനം പള്ളി നിറയെ ആൾക്കാർ. അപ്പം പരിശുദ്ധ അമ്മയോട് കൂടെ വചനം പങ്കുവെച്ചാൽ അത് വലിയൊരു അത്ഭുതമായിട്ട് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ധ്യാന ശുശ്രൂഷയിൽ ഏറ്റവും പ്രത്യേകമായി 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാൻ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പരിശുദ്ധ അമ്മയ്ക്കുള്ള വലിയ സ്ഥാനം അതെടുത്തു പറയാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ നല്ലയമ്മ. ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി പരിശുദ്ധ അമ്മയാണ്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയിലൂടെയാണ് പിതാവായ ദൈവത്തിലേക്ക് നമ്മൾ അടുക്കുക. എൻ്റെ നല്ല അമ്മ എന്ന ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കാളിയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം അത് എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചത് പരിശുദ്ധ അമ്മയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:8 നമ്മളിങ്ങനെ വായിക്കും, ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നമ്മോട് ചേർന്നിരിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നാൽ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും, സന്തോഷത്തിൻ്റേതും ബുദ്ധിമുട്ടിൻ്റേതും സങ്കടങ്ങളുടെയും അവസരങ്ങളിലെല്ലാം നമുക്ക് താങ്ങായി തണലായി പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകും. ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ഞാൻ അനുഭവിച്ച അമ്മയുടെ സ്നേഹം അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, ഈ പ്രോഗ്രാമിലൂടെ കുറേ പേരെങ്കിലും അമ്മയിലൂടെ ഈശോയിലേക്ക് വളരാൻ, അങ്ങനെ
പരിശുദ്ധ അമ്മയെ കൂടുതൽ അനുഭവിക്കാനും ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ പിതാവായ ദൈവം നമ്മെ എല്ലാവരെയും, നമ്മുടെ വ്യക്തിജീവിതങ്ങളെയും കുടുംബജീവിതങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.